uses of economic models. Economic models ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. The major use of models is in theoretical economic analysis. എക്കണോമിക്സിലെ സൈദ്ധാന്തികരമായ വിശകലനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മോഡൽസ് ഉപയോഗിക്കപ്പെടുന്നത്. By changing given assumptions, it is also possible to analyze the effects of these changes upon the operation of the model. അപ്പോൾ അസംഷൻസിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റ് അസംഷനെ ബേസ് ചെയ്ത് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്താൽ അതിന്റെ ഓപ്പറേഷൻ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മോഡൽസ് ആർ കൺസ്ട്രക്റ്റഡ് for the study of micro and macroeconomic problems. ഇവിടെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സ്റ്റാറ്റിക് ഡൈനാമിക് മോഡൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. മോഡൽ ബിൽഡിംഗ് ഹാസ് ഓൾസോ ബീൻ എക്സ്റ്റെൻഡഡ് ടു ഡെവലപ്പിംഗ് പ്ലാനിംഗ് ആൻഡ് ഗ്രോത്ത് ഇക്കണോമിക്സ്. അപ്പൊ പ്ലാനിംഗ് ആൻഡ് ഗ്രോത്ത് ഇക്കണോമിക്സിന്റെ വികസനത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മോഡൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിലും ഗ്രോത്ത് ഇക്കണോമിക്സിലും ഒക്കെ മോഡൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. ഫ്രം ദി മെത്തഡോളജിക്കൽ വ്യൂ പോയിന്റ്, ദ യൂസ് ഓഫ് ഇക്കണോമെട്രിക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻ മോഡൽ ബിൽഡിംഗ് represents an important step in evolving the integration of economic research process. നമുക്കറിയാം, ഇന്ന് ഒരു മെത്തഡോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇന്ന് ഇക്കണോമെട്രിക്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെ മോഡൽ ബിൽഡിംഗ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇക്കണോമിക്സിലെ റിസർച്ച് പ്രോസസ്സിനെ സംയോജിപ്പിക്കാനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതുണ്ടാക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. അതായത് ഇക്കണോമെട്രിക്സും കമ്പ്യൂട്ടേഴ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോഡൽ ബിൽഡിംഗ് സാധ്യമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇക്കണോമിക് മോഡൽസ് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് പോളിസി ഡിസിഷൻസ്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇക്കണോമിക് മോഡൽസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫൈനലി, ഇക്കണോമിക് മോഡൽസ് ആർ എസെൻഷ്യൽ എയ്ഡ്സ് ടു ക്ലിയർ തിങ്കിങ്. ശരിയായ ചിന്തകൾ അതിന് ഏറ്റവും അനിവാര്യമാണ് ഇക്കണോമിക് മോഡൽസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആൻ ഇക്കണോമിക് മോഡൽ. ഒരു മോഡൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. Let us find out what are the various steps involved in the construction and testing of an economic model. ഒരു ഇക്കണോമിക് മോഡൽ കൺസ്ട്രക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള വിവിധ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഡിഫൈൻ ദ പ്രോബ്ലം ആണ്. ഡിഫൈനിങ് ദ പ്രോബ്ലം കവേഴ്സ് 3 stages. The first is to define the problem about which the model is to be built. It may relate to an individual household, a firm, an industry, the market for a single product, or the economy as a whole. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ എന്താണ് പ്രശ്നം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് 3 സ്റ്റേജിലൂടെ നടക്കുക. ആദ്യം എന്ത് ചെയ്യണം? ആ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുക. ആ ഏത് പ്രശ്നത്തെ ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ആ പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ആ ഒരുപക്ഷെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഒരു ഫേമുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇക്കോണമിയെ മൊത്തത്തിൽ ബന്ധപ്പെട്ടതായിരിക്കും, എന്തുമാകാം. സെക്കൻഡ് സ്റ്റേജ് ഈസ് ടു ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻസ് വിച്ച് എ മോഡൽ ഈസ് റിക്വയർഡ് ടു ആൻസർ. ദേ മേ റിലേറ്റ് ടു ദ കോസ് ഓഫ് ദി ഫിനോമിനൻ. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താണ്? ചോദ്യങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ മോഡലിലൂടെ നമുക്ക് ആൻസർ ലഭിക്കേണ്ട ചോദ്യങ്ങൾ രൂപീകരിക്കുക. അത് സ്വാഭാവികമായും ആ ഫിനോമിനയുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻ ദി ലാസ്റ്റ് സ്റ്റേജ്, ദ മേജർ വേരിയബിൾസ് റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം ആർ ഐഡന്റിഫൈഡ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ വേരിയബിൾസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വിവിധ വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യണം. ഇതിലൂടെ എന്താണ് ഒന്നാമത്തെ നമുക്ക് സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് അസംഷൻസ് ആണ്. ഹാവിംഗ് ഡിഫൈൻഡ് ദ ടേംസ് ഓഫ് ദി മോഡൽ, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഫോർമുലേറ്റ് എ സെറ്റ് ഓഫ് അസംഷൻസ് റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം ടു ബി മോഡൽഡ്. ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് അസംഷൻസ് that the tentative relationships are established among the variables of the model.
രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഏതാനും അസംഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന് ഉതകുന്ന കുറച്ച് അസംഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. ഈ അസംഷന്റെ അടിസ്ഥാനത്തിലാണ് ആ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3, ടു കളക്ട് ഡാറ്റ. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഡാറ്റ കളക്ഷൻ ആണ്. ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ടു കളക്ട്, enumerate and classify the necessary data for estimating the parameters of the model. ആ മോഡലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കാനും നിർണ്ണയിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യണം, അവ ശേഖരിക്കണം, അവയെ ക്ലാസിഫൈ ചെയ്യണം. A variety of statistical techniques are used for making such estimates. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റ കളക്ട് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും എന്യൂമറേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് to derive logical deductions. The next step in the process is one of logical deduction, whereby various implications of assumptions are discovered and identified. These implications are the predictions about the model. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പറഞ്ഞ അസംഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചില അനുമാനങ്ങൾ എത്തിപ്പെടുക, യുക്തിപൂർവമായ അനുമാനങ്ങൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇത് എന്താണ്? ഇതായിരിക്കാം നാളത്തെ ചിലപ്പോൾ പ്രഡിക്ഷന്റെ ഭാഗമായി വരാൻ പോകുന്ന കാര്യങ്ങൾ. മറ്റൊന്ന്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ടു ടെസ്റ്റ് ദ മോഡൽ എംപിരിക്കലി. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ടെസ്റ്റ് ദ പ്രഡിക്ഷൻസ് ഓഫ് ദി മോഡൽ അഗൈൻസ്റ്റ് ഡാറ്റ ഓൺ ദി ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദി ഫിനോമിനൻ ബീങ് മോഡൽഡ്. This is done by observations or by checking the consistency of predictions with the related facts with the help of mathematical, statistical or economic methods. അടുത്തതാണ് നമ്മൾ ബിൽഡ് ചെയ്ത മോഡലിനെ നമ്മൾ എംപിരിക്കലായി ടെസ്റ്റ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ആക്ച്വൽ ഡാറ്റ, ആക്ച്വൽ ബിഹേവിയർ ഡാറ്റ എടുത്തുകൊണ്ട് അതിനെ ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ചെക്ക് ചെയ്യണം, അതിന്റെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മൾ നോക്കണം. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള, ഇക്കണോമെട്രിക് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അവസാനമായി ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ഓർ റിവൈസ് ദ മോഡലാണ്. ആ മോഡലിനെ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാം. ഇഫ് ദ പ്രഡിക്ഷൻസ് ഓഫ് ദി മോഡൽ ആർ കറക്റ്റ്, ദ മോഡൽ ഈസ് സയന്റിഫിക്കലി വാലിഡ് ആൻഡ് റിലയബിൾ. ഇറ്റ് പാസസ് ദ ടെസ്റ്റ്, ഈസ് അക്സെപ്റ്റഡ് and needs no further action. ഇനി ഈ മോഡലിലെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആണെന്ന് കരുതുക, ആ മോഡല് അതിന് നമ്മൾ അംഗീകരിക്കപ്പെട്ടു, അത് വിശ്വസനീയമാണ്, അത് വാലിഡ് ആണ്, അത് ആ ടെസ്റ്റ് പാസ്സായി, അത് സ്വീകരിക്കപ്പെട്ടു. അവിടെ ഇനി കൂടുതൽ ആക്ഷൻ ഉണ്ടായാലും ആ മോഡൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടു. ഈ പ്രഡിക്ഷൻസ് ആർ നോട്ട് സപ്പോർട്ടഡ് ബൈ ഡാറ്റ, ദ മോഡൽ ഈസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ഫാക്ട്സ് ആൻഡ് ഈസ് എയ്തർ റിജക്റ്റഡ് ഓർ അമെൻഡഡ്. ഇനി ഈ പ്രഡിക്ഷൻസ് ആക്ച്വൽ ഡാറ്റയുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ, ആക്ച്വൽ ഡാറ്റയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ മോഡൽ എന്താണ്? യഥാർത്ഥ ഡാറ്റയുമായി കോൺഫ്ലിക്റ്റ് ആയി, യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല. അപ്പൊ അവിടെ ഒന്നെങ്കിൽ അതിനെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ വീണ്ടും അമെൻഡ് ചെയ്യും, ഭേദഗതി വരുത്തി വീണ്ടും പഴയതുപോലെ തുടങ്ങും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഇക്കണോമിക് മോഡൽസ് ആണ്. ഇക്കണോമിക് മോഡൽസിന്റെ പരിമിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. Pure theoretical models do not provide full explanations or correct predictions of the phenomena under study. ഒരിക്കലും സൈദ്ധാന്തികപരമായിട്ടുള്ള മോഡലുകൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും, നമ്മുടെ പഠനവിധേയമാകുന്ന വിഷയത്തെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള പൂർണ്ണമായ ഒരു വിശകലനമോ ഒരു പ്രൊഡിക്ഷനോ നൽകാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മോഡൽസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡിക്റ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ സാധിക്കുകയില്ല. ഇക്കണോമിക്സ് മോഡൽസ് ആർ നോട്ട് കോംപ്രിഹെൻസീവ് ബട്ട് പാർഷ്യൽ. അത് സമ്പൂർണ്ണമല്ല, അത് ഭാഗികമാണ് ഇക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. They tend to neglect those factors that prove difficult to quantify. Thus they become quite irrelevant. ഇനി ഈ ഒരു മോഡൽ ബിൽഡിംഗിലേക്ക് വരുമ്പോൾ ചില ഫാക്ടേഴ്സിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് അത്തരത്തിലുള്ള വേരിയബിൾസിനെ ഒഴിവാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പൊ അത് മോഡലിന്റെ ഗുണമേന്മയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. The use of econometrics in model building has given rise to the problem of identification and random disturbance. പലപ്പോഴും നമ്മൾ മോഡൽ ബിൽഡിംഗിൽ ഇപ്പോൾ ഇക്കണോമെട്രിക്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിലേക്കും റാൻഡം ഡിസ്റ്റർബൻസിലേക്കും കടന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നുണ്ടാകാം വ്യതിചലനങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. When expressed mathematically,
Economic models lack in relevance and realism. മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇക്കണോമിക് മോഡലിനെ സംബന്ധിച്ച് പ്രസക്തിയും യാഥാർത്ഥ്യ ബോധമൊക്കെ അത് നഷ്ടപ്പെടും. എന്താണ്, അതിനൊരു റിയലിസം ഉണ്ടാവുകയില്ല, അത് റെലവെന്റ് ആകാതെ പോകാൻ സാധ്യതയുണ്ട്. When they are applied to real economic situations, they are selective, abstract and arbitrary. Thus, a model is unrealistic since it leaves out many of the elements that operate in actual economies. യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പല ഘടകങ്ങളെയും ഒരു മോഡൽ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുമ്പോൾ ആ മോഡൽ അൺറിയലിസ്റ്റിക് ആയി മാറി, അത് അമൂർത്തമായി മാറി, അത് സെലക്റ്റീവായി മാറി, അത് ആർബിട്രേറ്ററി മാറാം.